ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറിയ വീഡിയോ നമ്മുടെ കർണാടക അങ്കോളയിൽ നടന്നതിന്റെ ആ ഒരു അപകടത്തിന് മുമ്പ് നടന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ യഥാർത്ഥ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നടന്നതും അതിന് മുമ്പ് നടന്നതുമാണ് അതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. പക്ഷേ പല ആൾക്കാരും പറയുന്നത് അതൊരു ഫേക്കായ വീഡിയോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ എല്ലാവരും മൂടിക്കെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവും ഡ്രൈവറാണ്. ഈ പറയുന്ന അർജുനൻ എന്ന് പറയുന്നതും ഒരു ഡ്രൈവറായിട്ടുള്ള ഒരു സഹോദരനാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈവർമാർ ഈ പറഞ്ഞ കർണാടക അങ്കോള വഴി തന്നെയാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇതൊക്കെ അവർ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ഏക വഴി എന്ന് പറയുമ്പോൾ വഴികളുണ്ട്. പക്ഷേ എനിക്ക് എളുപ്പമാർഗ്ഗം എല്ലാം കൂടെ പിന്നെ അവരുടെ സൗകര്യങ്ങളൊക്കെ എല്ലാം അവർ പോകുന്ന റൂട്ട് മണ്ണിടിച്ചിൽ കാര്യങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 6 ദിവസമായിട്ടുണ്ടാവും. പക്ഷേ ആ സംഭവം നടന്നതിന്റെ അന്ന് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ എന്റെ ഹസ്ബൻഡ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളായിട്ട് ഒരു യൂട്യൂബ് അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ചോദിക്കുന്നവരോട് വേണ്ടി അതിനാണെങ്കിൽ എനിക്ക് അത് നേരത്തെ പബ്ലിസിറ്റി ആക്കായിരുന്നു. പക്ഷേ പല ആൾക്കാരും എൻ്റെ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ, ഞങ്ങൾക്ക് അതിന് പോകാനാണ്, ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? കാരണം ഇന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത പല ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും അറിയണമെന്നില്ല ഈ ഒരു സംഭവം എന്താണെന്നുള്ളത്. ഇപ്പൊ ഇന്നലെ ആയ പല ആൾക്കാർ ചോദിച്ചിട്ട് എന്താ സംഭവം. അതാണ് നമുക്കിപ്പോൾ എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല, അവർക്കൊക്കെ വേണ്ടി യൂസ്ഫുൾ ആയിക്കോട്ടെ, അല്ല അവർക്ക് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ അർജുന്റെ വീട്ടുകാർക്ക് ഈ ഒരു വീഡിയോ പോയാലും അവർക്കത് കാണാൻ പറ്റുമെങ്കിൽ അവർക്കത് മനസ്സിലാവും. അവരുടെ ആ അർജുന്റെ വണ്ടി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവും. കാരണം ഒരുപാട് ഡ്രൈവർമാർ അതിനെ പാസ് ചെയ്ത് പോകുന്നതാണ്. അതിനകത്ത് അർജുന്റെ വണ്ടി ഏതാണെന്നൊക്കെ എടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നടക്കുന്നതിന്റെ അന്ന് എന്റെ ഹസ്ബൻഡും ഇവിടുന്ന് തന്നെ ലോഡായിട്ട് ഈ പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു 2 ചായക്കടയുണ്ട്. അതിൽ ഫസ്റ്റും പിന്നെ അവിടുന്ന് ഇവിടുന്ന് കേട്ട് 2 ചായക്കടയാണ് ഉള്ളത്. അതിൽ ഒരു ചായക്കടയാണ് ഒലിച്ചു പോയിട്ട് വരുന്നത്. ബാക്കി ഒരെണ്ണം ഇപ്പോഴും നിലവിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പം അവർ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുളിക്കാനും അതുപോലെ ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനും ഏതൊരു സൗകര്യം ഉള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ അപകടം നടന്ന ആ ഒരു പ്ലേസാണ് അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവം ഒരിക്കൽ പോലും ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല. അപ്പം ഇതുണ്ടാകുന്നതിനൊക്കെ തൊട്ട് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പകർത്തിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ ചെറിയൊരു മണ്ണിടിച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇവർ ഇവിടെ കുളിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മണ്ണ് പിടിഞ്ഞു കിടക്കുന്ന കണ്ടപ്പം സ്വാഭാവികമായിട്ട് ചിന്തിച്ചു വേണ്ട കുളിക്കേണ്ട, ശരിയാവില്ല എന്ന് തോന്നി. പക്ഷേ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഉരുൾ പൊട്ടുന്നൊന്നും വിചാരിച്ചതല്ല. മണ്ണിടിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പം പിന്നെ ഒരു ഇതും കൂടെ ആയപ്പോൾ മഴയും എല്ലാം കൂടെ ആയപ്പോൾ അവർ തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവർ പോയി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് അവർ അവിടെ നിന്ന് പോയി ഒരു 10-15 മിനിറ്റിനുള്ളിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആളെന്നെ വിളിച്ച് പറയുന്നത് ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ ഞാനും ആ കൂടെ പോയത്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതുപോലെ ഞങ്ങൾ പാസ് ചെയ്ത് കുറച്ച് വരുമ്പോഴത്തേനാണ് ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭയങ്കര സംഭവം ഉണ്ടായി, അതിനകത്ത് കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ ഡ്രൈവർമാർ മിസ്സിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ മണ്ണിനടിയിൽ എത്ര മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം കർണാടക സർക്കാർ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് പേരെ മാത്രം ഓടിയെടുത്തിട്ട് ആ ഒരു ദൗത്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു പോയവരെ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരന്റെ വീട്ടുകാരൊരാൾ വിചാരിച്ചിട്ട് മാത്രമാണ് ഇപ്പോഴും വീണ്ടും ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത് തന്നെ. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർമാർ എന്ന് പറയുന്നത് അതൊരു ഡ്രൈവർ, ഈ അർജുനൻ എന്ന് പറയുന്ന സഹോദരൻ വെറും ഒരു ഡ്രൈവർ ആയതുകൊണ്ടാണല്ലോ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇങ്ങനെയൊക്കെ എന്താണ് അധോഗതിയിലായി ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നത്. അതേസമയം മുന്തി ഒരാളുടെ മകനോ അച്ഛനോ ഭാര്യയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതേപോലെ നടക്കുമോ? ഇല്ല. അപ്പം നമ്മുടെ ഈ കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥകളാണ്. അത് ഡ്രൈവറായിട്ടുള്ള പല ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും അവർ കടന്നു പോകുന്ന ഏതൊക്കെ പ്രതിസന്ധികളിലൂടെയാണെന്നുള്ളത്. ശരിക്കും അവരുടെ ആട്ടുതുപ്പൊക്കെ കേട്ട് എന്താണ് ഓരോ സ്ഥലങ്ങളിലേക്ക് കടത്തി വിടുന്നെങ്കിൽ അവരുടെ തുക ആവശ്യപ്പെടും, അത് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കേരളം വിട്ട് കഴിഞ്ഞുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു രീതിയിലൂടെ കടന്നു പോകുന്ന ഡ്രൈവർമാർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത കുറെ പോലീസുകാരാണ് കർണാടക മുതലുള്ള പിന്നുള്ള പോലീസുകാർ എന്ന് പറയുന്നത്. അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടി ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ എന്റെ ഹസ്ബൻഡ് ആയാലും ഇപ്പൊ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ലാത്ത ഒരു സ്റ്റേജിലാണ് കിടക്കുന്നത്. ആള് ഓട്ടം പോയതാണ്, ഗുജറാത്തിലേക്കാണ് ഇവിടുന്ന് ഓട്ടമായിട്ട് പോയത്. പക്ഷെ തിരിച്ചു വരാൻ പറ്റുന്നില്ല. പോയിട്ട് ഇത്രയ്ക്ക് നാളായി, പക്ഷേ ആൾക്കും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ റീച്ചിന് വേണ്ടി അല്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി, റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഇതിന് മുമ്പ് വീഡിയോ പബ്ലിസിറ്റി ആക്കാം. മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ ക്ലിപ്പുകളൊക്കെ കിട്ടിയതാണ്. നമ്മളത് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് അറിയിക്കണം എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പല പാവങ്ങളായിട്ടുള്ള ഡ്രൈവർമാർക്കായിക്കോട്ടെ, കൂടുതൽ ജനതകൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ തെറ്റും കുറ്റമൊക്കെ കണ്ടുപിടിക്കുന്ന മലയാളികളോടൊക്കെ എന്ത് പറയാനാ? എത്രയോ നല്ല വീഡിയോസ് ചെയ്തിരിക്കുന്നു. അതിനൊക്കെ ഇതേപോലെ നല്ല നിങ്ങളുടെ വീഡിയോ നല്ലതാണ് എന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ മാത്രം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളോടൊക്കെ എന്ത് പറയാനാ? ഒരുപാട് ഡ്രൈവർമാർ മൃതശരീരങ്ങൾ ഇപ്പോഴും അതിൻ്റെ കിടപ്പുണ്ട്. അത് തെളിയിക്കും. എവിടെയും അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തി തിരിച്ചു വരുന്ന ടൈം വരെ എല്ലാവരും നോക്കിയിരിക്കണം. കാരണം അദ്ദേഹം തിരിച്ചു വരണം. എന്നാലേ ഇതിന്റെ സത്യാവസ്ഥകൾ പലതും നമുക്കറിയൂ. കാരണം പലരും ചോദിക്കുന്നു അർജുനൻ ആ വണ്ടിയിൽ ഉണ്ടോ എന്ന് എത്ര ഉറപ്പ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അർജുനൻ ആ വണ്ടിയിലുണ്ട്. അർജുൻ ഫോൺ എന്താണ് വണ്ടിക്കകത്ത് വെച്ച് പൂട്ടി വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ പോകുകയോ മറ്റോ ചെയ്താൽ അർജുനൻ ആ വണ്ടിക്കകത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ അർജുനൻ ഏതായാലും ഫോൺ വണ്ടിക്കകത്ത് വെച്ചിട്ട് അത് പൂട്ടി ഇറങ്ങി പോകാൻ ചാൻസ് ഇല്ല. കൂടുതൽ ഡ്രൈവർമാരും ഇപ്പോൾ കടയിലേക്ക് പോയാലും എല്ലാം പോയെങ്കിൽ പോലും ജസ്റ്റ് ഫോൺ കയ്യിലെടുക്കും. കാരണം നമ്മുടെ നാടല്ല, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം വിട്ട് വേറെ ഏത് സ്ഥലത്തേക്ക് പോയാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടായിരിക്കണം. കാരണം അത്രയ്ക്ക് സേഫ്റ്റി ഇല്ലാത്ത സ്ഥലമാണ് നമ്മുടെ കേരളം. ഇത്രയും നാളും പല ആൾക്കാരും കേരളം അതാണ് ഇതാന്ന് പറയുമ്പോൾ ഞാൻ ഒക്കെ പറയുന്ന ഒരു കാര്യം, കേരളം സത്യം നമുക്ക് സ്വർഗ്ഗമാണ് മക്കളെ, സ്വർഗ്ഗം. നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഡ്രൈവർമാരെന്ന് വെച്ചാൽ ഒരുപാട് യാത്രകളിലൂടെ അനുഭവമുള്ള ആൾക്കാരാണ്. അവരുടെ അനുഭവം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ഡ്രൈവർമാരെ ഭയങ്കര പുച്ഛത്തോടെയാണ് കാണുന്നത്. അവർ കാരണമാണ് പല സംഭവങ്ങളും നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡ് പോലും ഇവിടെ എത്തുന്നത്. ചിന്തിക്കുന്നുണ്ടോ? ആരും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ സാധനങ്ങളും, പച്ചക്കറി, പലചരക്ക്, എല്ലാ സാധനങ്ങളും ഈ ഒരു ഡ്രൈവർമാർ ഉള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എല്ലാവരും ഓഫീസർമാരും പോലീസുകാരും ഡോക്ടർമാരും എഞ്ചിനീയറും ഒക്കെ ആയിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഡ്രൈവർമാർ എന്ന് പറയുന്നത് അത്ര വലിയ പുച്ഛത്തോടെ ആരും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ്. പുള്ളിക്കാരനും അവിടെ അകപ്പെട്ട് കിടക്കുകയാണ്. വീട്ടിലേക്ക് വരാൻ പറ്റില്ലാത്തൊരു സ്റ്റേജിലാണ്.
എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയില്ല. കാരണം നമ്മൾ ഇവിടെ കടത്തി വിടില്ല. നമ്മൾ കേരള പോലീസിനെ പോലും കർണാടക പോലീസ് ആവശ്യത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഡ്രൈവർമാരുടെ അവസ്ഥ എത്രത്തോളം ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം ഇന്നലെ ഒരു ലൈവ് ഇട്ടു ഞാൻ, പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ പബ്ലിസിറ്റി ആക്കി, അതിലില്ലാത്ത കമന്റ്സുകളില്ല. ഇതാണ് പറയുന്നത്, ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ദോഷഫലങ്ങൾ മാത്രം കണ്ടെത്തുന്ന നിങ്ങളൊക്കെ എന്ത് പറയണം. പക്ഷേ ഒരുപാട് സങ്കടം നോക്കിട്ടോ ആ ഒരു കമന്റ്സ് ഒക്കെ കാണുമ്പോൾ, ഒരുപാട് വേദന. ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ താഴെ വന്നിട്ടും ഇതേപോലെ തന്നെ കമന്റ്സ് ഇടാം. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇടണ്ട ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കരുത്. ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരും ഇതൊന്നും അറിയാണ്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ വെറുതെ ദുരിതങ്ങൾ എന്തിനാ ഏറ്റുവാങ്ങുന്നേ, പിന്നെ അറിയുന്നവരെന്ന് അറിയട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ അർജുനൻ എന്ന് പറയുന്ന ആ സഹോദരനെ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാം ബൈബിളിലായിക്കോട്ടെ ഖുർആനായിക്കോട്ടെ എല്ലാത്തിനും പറയുന്നത്. അപ്പോൾ അർജുനന് വേണ്ടി കേരളം മുഴുവൻ കത്തിച്ചെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ, എന്താ പഴയതിനൊക്കെ ഉഷാറായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ലെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കിട്ടിയ ആ വീഡിയോസ് ഷെയർ ചെയ്തതിനാണ് ഇത്രയും എന്താണ് മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒട്ടും നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഉപകാരപ്പെടും എന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്തത്. പക്ഷേ അത് ഇത്രയാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ.